പറ്റൂലെങ്കിൽ പോടാ. 5 മിനിറ്റ് ബ്രേക്ക് എല്ലാത്തിനും ഡയലോഗ് അടിച്ചോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ KL രാജ, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് പ്രെഡ് പ്ലേ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. KL Raja, India's own bread play platform. Be the king. പൊട്ടം കളിക്കണോ? എന്താ പറ്റിയേ? മിസ് ബാത്റൂം പോയിട്ടോ. നിങ്ങൾ പാട്. ഇങ്ങോട്ട് ചാടും. 5 മിനിറ്റല്ല 10 മിനിറ്റ് പോരാ. തങ്കച്ച വന്നേ. വന്നിട്ട് വരാട്ടാ. എന്താടാ? എങ്ങോട്ടാണ്? ചെയ്യാണ്ട് വാ. പണിയാവോളിയാ. എന്താ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എനിക്കറിയാം, ഞാനും പേടിച്ചു പോയി. പോട്ടെ, മാറിപ്പോട്ടെ. എന്താ ഇത്ര അത്യാവശ്യം? സ്റ്റാഫ് റൂമിൽ അത്യാവശ്യമായിട്ട് പോകണം. വെയിറ്റ് ജസ്റ്റ് 1 minute. എന്താ? മീര വാസുദേവൻ, 8th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ഡേ, താൻ ക്ലാസ്സിലേക്ക് വന്ന ഫസ്റ്റ് മൊമെൻറ്റിൽ, ഞാൻ തന്നെ കണ്ട ഫസ്റ്റ് ഗ്ലാൻസിൽ ഞാൻ ഈ തെണ്ടിയോട് പറഞ്ഞു, താനൊരു ബ്യൂട്ടിഫുൾ സിംഗർ ആയിരിക്കും. ആൻഡ് യെസ്, യു ആർ. അത് കഴിഞ്ഞ് ലാസ്റ്റ് പീരീഡ്, ലാസ്റ്റ് ബെല്ലടിക്കുമ്പോൾ എല്ലാവരും സുന്ദരിയായ സുജാത മിസ്സിനെ നോക്കിയിരിക്കുമ്പോൾ ഒരേ ഒരു കുട്ടി മാത്രം ക്ലാസ്സിലെ റൈറ്റ് ബാക്ക് കോർണർ സീറ്റിലേക്ക് നോക്കുമായിരുന്നു. അതെൻ്റെ സീറ്റായിരുന്നു, അല്ലടാ? അവസാനം ക്ലാസ് കഴിഞ്ഞ് അച്ഛനെ കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ജിബിച്ചേട്ടൻ്റെ കടയിൽ ചീറ്റോസ് കഴിക്കുന്ന എന്നെ ഇടം കണ്ണിട്ട് നോക്കുന്നതും, കണ്ണുടക്കുമ്പോൾ ക്യൂട്ടായി ചിരിക്കുന്നതും, അച്ഛൻ്റെ കൂടെ പഴയ പന്നാക്ക് സുസൂക്കി പോകുമ്പോൾ എന്നെ നോക്കിയുള്ള ചെറിയ ടാറ്റയും, ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒരു കൺക്ലൂഷനിലെത്തി. ആൻഡ് I just want to share it with you. I know you love me, Meera. Don't worry, because I love you too very, very, very much. എന്തത്ര ചിരിക്കാൻ? എൻ്റെ പൊന്നിഷാനെ, എനിക്കറിയാം നീ നല്ലൊരു ആക്ടറാണെന്ന്. പക്ഷെ അതൊക്കെ സ്റ്റേജിൽ. നിന്റെ റിയൽ ലൈഫിൽ എന്ത് പ്രൊപ്പോസലായിരുന്നു, പക്ഷെ കൺക്ലൂഷൻ വൻ പരാജയമായിരുന്നു. ഇഷാൻ പറഞ്ഞത് ശരിയാ. ഞാൻ പുറകിലേക്ക് നോക്കിയിരുന്നു, ചിരിച്ചിരുന്നു, ബൈ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ സത്യമായിട്ടും അതിൽ നന്നായി പഠിക്കും, ക്രിക്കറ്റ് കളിക്കും, പിന്നെ കാണാനും സുന്ദരനാണ്. എന്താ പറയാ, ആകെ കൺഫ്യൂഷൻ ആയല്ലേ? ഇപ്പെല്ലാം ക്ലിയർ ആയില്ലേ? അല്ലേ? അതിലെ എന്നാ ഞാൻ പോകട്ടെ. സോറി ഇഷാൻ, താൻ എന്റെ ടൈപ്പ് അല്ലടോ. ബൈ അതുൽ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ പ്ലേ. ബൈ, ടാറ്റാ. ഈ ടോയ്ലറ്റാണല്ലേ അവളുടെ സ്റ്റാഫ് റൂം. പാവം, ആ കുറച്ച് തിരക്കുടിച്ച് പോണ സമയത്ത് നീ വെറുതെ
ആശാനെ, എന്റെ ആശാന്റെ കാലം ഇത് തെണ്ടിയാടാ തല്ലി ഓടിച്ചത്. എടിയല്ലോ നീ ഇതെവിടെ നിന്ന് പൊട്ടിമുളിച്ചു വന്ന്? താഴെ ആരുമില്ലല്ലോ, വാലോട് നടക്കായിരുന്നു. ഞാനിങ്ങ് കയറിപ്പോന്നു. ഇരിക്കണ കണ്ട കാലെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നീ എന്തിനെപ്പോഴും ഫുട്ബോൾ കളിക്കാൻ പോണേ? നിന്റെ തല്ലിപ്പൊളി കളിയാണെന്ന് നിനക്ക് തന്നെ അറിയാലോ. ചായ വേണോ? വേണ്ട. വെറുതെ ഒരു പണിയും വരുത്തി വെക്കാനായിട്ട് വല്ല ആവശ്യമുണ്ടാ? എടി ചെറിയ ലിഗമെന്റ് ഡിസ്ലൊക്കേഷൻ ആണ്, വേറെ സീനൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഓക്കെയാണ്, നീ കൂടെ ഉണ്ടല്ലോ. അച്ചോടാ, ഈശാനും ഡാറ്റും വന്നില്ലേ? അവന്മാരൊന്നും ആബ്സെന്റ് ആയിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ നിന്ന് പോയുള്ളൂ. ആ അത് ശരി. അവന്മാരുടെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ വരാൻ പറ. നീയും ഇല്ല അവന്മാരും ഇല്ല. ഞാൻ ചുമ്മാ ബോറടിച്ച് ചത്ത്. അപ്പൊ നല്ല റെസ്റ്റ് ഒക്കെ എടുക്ക്. ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോണ വഴിക്ക് നൈസായിട്ടൊന്ന് കയറിയതാ. കുറച്ച് ലേറ്റായി. ഞാൻ എന്നാ പോക്കോട്ടെ അമ്മു? റിയ ഇപ്പൊ പോവണ്ട. അങ്ങനെ പറയാലോ. ചുമ്മാ പറഞ്ഞല്ലേ റോഡി ബേബി പട്ടി. എന്നാ ശരി, ബൈ. എനിക്കറിയായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. എന്തു പറ്റി അമ്മു? എൻ്റെ കാല്. വേറെന്ത്? ദേ ചെക്ക, എന്നോട് കള്ളം പറയണ്ടട്ടാ. നിന്റെ മുഖം കണ്ടറിയാം. എന്താ പ്രശ്നം? ഒന്നുമില്ല കൊച്ചൂസേ, സത്യമായിട്ടൊന്നുമില്ല. പറ അമ്മു. എനിക്കറിയില്ല നിന്നോടതെങ്ങനെ പറയുമെന്ന്. എന്തേലും ആവട്ടെ, നീ ഒന്ന് തുറന്നു പറ. പറയടാ, ഞാനല്ലേ. നിനക്കറിയാല, വീട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാ നടക്കണെന്ന് എനിക്കെന്നെ അറിയില്ല. വാപ്പയും ഉമ്മയും ഇപ്പോഴും പ്രശ്നമാണ്. കാര്യം എന്താ? എടാ, അത് എനിക്കും ശരിക്കും അറിഞ്ഞൂടാ. പക്ഷെ കഴിഞ്ഞ ദിവസം വാപ്പി വല്യപ്പാനടുത്ത് പറയണ കേട്ട് ഉമ്മയ്ക്ക് വേറെ ആരോടും എന്തോ ആരായിട്ടും എന്ത് ബന്ധമുണ്ടെന്ന്, അങ്ങനെ എന്തൊക്കെയോ. പക്ഷെ എനിക്കെൻ്റെ ഉമ്മാനെ അറിയാടാ. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. പറ്റൂല അല്ലേ? അല്ലേ? പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ പപ്പോടെ വരെ ആലോചിച്ചിട്ടാ. അവളുടെ വിഷമം കാണുമ്പോഴാ. ചെറിയ കൊച്ചലടി അവള്. ഉമ്മയില്ലാണ്ട് അവൾ ഉറങ്ങൂല. വാപ്പിയാണെങ്കിൽ ആകെ കലിപ്പായി ഉമ്മിനെ വീട്ടിൽ കൊണ്ടാക്കി. ഇപ്പൊ വീട്ടിലാകെ ഞാനും വാപ്പി പപ്പ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടക്കാണ് കാലം പോയി, കാലിൽ കുഴയും തെറ്റി, ആകെ പൊളിഞ്ഞിരിക്കണം. അമ്മു, എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ നീ ഭയങ്കര ഭാഗ്യവാനാ. നിനക്കൊരു കുടുംബമല്ലേ? എന്നെ സംബന്ധിച്ച് അത് കുടുംബമല്ല, നരകോ. നിനക്ക് നിന്റെ ഫാമിലിയിൽ ചെറിയ കൺഫ്യൂഷനല്ലേ ഉള്ളൂ.
ഇതങ്ങനല്ല, ഉറപ്പാണ്. എൻ്റെ ഉമ്മാക്കൊരു റിലേഷൻ ഉണ്ട്, പാപ്പാക്ക് വേറെ. ഒരു കൺഫ്യൂഷനും ഇല്ല. തേർഡിൽ പഠിക്കുമ്പോഴാ ആദ്യമായിട്ട് മനസ്സിലായത്. അന്നും റെയിന് പ്രഗ്നന്റാ. ഉമ്മ ഇത്താത്താനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു. ഞാനിപ്പോൾ റൂമിലായിരുന്നു. ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയപ്പോൾ അവിടെ വാപ്പയും സെർവൻ്റ് ഒരിത്തുണ്ട്. അവരും എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. ഞാൻ ദുവാത്തോട് പറഞ്ഞു. പിന്നെ എല്ലാവരും അറിഞ്ഞു. ഉമ്മ ആകെ പിന്നെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് മൊത്തം പ്രശ്നമായിരുന്നു. കുടുംബക്കാര്, ബഹളം, കോടതി, അങ്ങനെ. പക്ഷെ ഒരു തീരുമാനം ഉണ്ടായില്ല. 2 പെൺമക്കളല്ലേ, പിന്നെ റെയിന് പ്രഗ്നന്റും. അന്ന് തുടങ്ങിയതാണ്. പിന്നെ ആകെയുള്ളൊരു സന്തോഷം എൻ്റെ റേക്കുവാണ്. അവനാണ് എൻ്റെ എല്ലാം. പാവാണ് അവൻ. കേൾവിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അവന്. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട്. അതുകൊണ്ട് അവൻ എല്ലാവരെയും പേടിയാണ്. ഞാൻ വേണം അവൻ്റെ അടുത്ത് എല്ലാത്തിനും. എൻ്റെ ശബ്ദം അവൻ കേൾക്കൂ. എൻ്റെ ലോകാടവൻ. എൻ്റെ സന്തോഷവും പ്രതീക്ഷയും അവനാണ്. അമ്മു, ശരിക്കും പറഞ്ഞ അവൻ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആരുമില്ലടാ. ഞാൻ ഒറ്റയ്ക്ക്. എന്താടാ, എന്താ അമ്മു? അമർത്തല്ലേ? നീ എന്താടേ കാണിക്കുന്നേ? നീ ഒറ്റക്കല്ല, ഒരിക്കലും ഒറ്റക്കാവില്ല. എൻ്റെ വാക്കാണ്. I promise. ഷാനു, വാല തുറന്നടാ. ഷാനു, അമ്മോടാ. അവളില്ലാണ്ട് പറ്റില്ല.
സേട്ടുന്ന് അമ്മു, അവൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയപ്പാ അവൾ എന്നോട് പറഞ്ഞത്, അവൾ എൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നിന്ന് പോവാന്നാ. പക്ഷെ അതങ്ങനെയല്ല. അവൾ എൻ്റെ മാത്രം ലൈഫിൽ നിന്നല്ലേ പോയത്. എനിക്കറിയാം, നിങ്ങളിപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ടെന്ന്. നീ അവൾക്ക് അവളുടെ സ്വന്തം കാക്കൻ്റെടാ. എനിക്കതിൽ സന്തോഷമുള്ളൂ. പക്ഷെ ഇനി തൊട്ട് അവള് നിന്റെ ലൈഫിൽ വേണ്ടടാ. മറ്റേ കോപ്പിലോർത്താനം പറയല്ലേ. എനിക്കറിയോ നീ എന്താ പറഞ്ഞെന്ന്? ടാറ്റു അമ്മു എനിക്ക് പൊട്ടണ്ടോ? എടാ, എനിക്കറിയാം നിനക്ക് പറ്റൂലത്. പക്ഷെ അവള് നിന്റെ ലൈഫിലുണ്ടെങ്കിൽ എനിക്ക് റിക്കവർ ആവാൻ പറ്റൂലടാ. എനിക്ക് അവളെ പറ്റി ഓർക്കുമ്പോ അവളുടെ ലൈഫിൽ ഇപ്പൊ എങ്ങനെയാണെന്ന് ആലോചിക്കൂ. എനിക്ക് അവളെ മിസ് ചെയ്യണേടാ. അപ്പൊ എന്റെ ചങ്കായ നീ ഇതൊക്കെ അറിയണ്ടെന്ന് പറയുമ്പോ എനിക്ക് എന്തോ എനിക്കറിയാ കോണാത്തിലെ മയില് കാര്യോട് ഞാൻ നിന്റെ അടുത്ത് പറയണേത്. ഇത് നിന്നോട് പറയുമ്പോ ഞാൻ വെറും ബിരിയാണി മോനായി പോയത്. പക്ഷെ നിർത്തിക്കുമ്പോ നിർത്തിക്കോ. ബിരിയാണി എന്താണ്? അവൻ കഴിഞ്ഞിട്ടുള്ള എനിക്ക് വേറെ ആരും. സിഗരറ്റ് തീരുമ്പോണ്ടല്ലോ ഈ എൻ്റെ ലൈഫിൽ നിന്നില്ലാണ്ടാവും. എടാ നീ എന്താ പറയണെന്ന് നിനക്ക് വല്ല വെളിവുണ്ടോ? ആരോ നീയും അതിലൊരു റിയൊക്കെയാണ് എൻ്റെ ലൈഫ്. പക്ഷെ പിരിയാടി പോകാനുണ്ടല്ലോ, അവനാണ് എൻ്റെ എല്ലാം. അവനെക്കാട്ടിയും വലുതായിട്ട് എനിക്കൊരു മൈരുമില്ല. എടാ, അവന് റിക്കവർ ആവാൻ പറ്റണില്ലെങ്കിൽ അതിന് ഞാനൊരു കാരണമെങ്കിൽ അവനെ തോക്കാൻ ഞാൻ സമ്മതിക്കൂല. എനിക്ക് പറ്റൂല. മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് സിഗരറ്റ് തീർന്നുമില്ല. അമ്മു അവസാനത്തെ കേട്ടോ.